അപ്പോൾ ആ മാർജിനലിസ്റ്റായ ജീവിതത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ന്യായീകരിക്കുന്ന ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സമകാലിക ഇന്ത്യയിൽ ഇന്ന് ഒരാളുടെ പൗരത്വം അല്ലെങ്കിൽ അയാളുടെ പൗരത്വം അല്ലെങ്കിൽ അയാളുടെ ഇവിടുത്തെ അസ്തിത്വം തന്നെ തെളിയിക്കുന്നതിനുള്ള പല രേഖകളും ഒന്നിക്കൊന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ SIR തെളിയിക്കപ്പെടാത്തത് കൊണ്ട് നിങ്ങൾക്ക് വോട്ടില്ല. സിനിമാളിൻ്റെ ഈ ലക്കത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഡയലോഗ്പീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ഈ സിനിമാൾ എന്ന പരിപാടി മുടങ്ങിപ്പോയിരുന്നു. പല തിരക്കുകളാലും യാത്രകളാലുമാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഈ ചാനലിൻ്റെയും അതിലൂടെ നടത്തുന്ന പ്രതികരണങ്ങളുടെയും പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയിലേക്ക് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ളത്. ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്ന ഒരു സിനിമയാണ് ബാലൻ ദ ബോയ്. ചിദംബരമാണ് സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ ഇതിനു മുൻപ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും വലിയ വിജയമുണ്ടാക്കി. അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ അന്ന് എഴുതിയിട്ടുള്ളതാണ്. അന്ന് മലയാളം എഴുത്തുകാരനായ ജയമോഹൻ വളരെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ ആ സിനിമയ്ക്കെതിരായി നടത്തുകയുണ്ടായി. മലയാളി ഒന്നടങ്കം അതിന് മറുപടി പറയുകയുണ്ടായി. ഇതെല്ലാം ഓർത്തു വയ്ക്കുന്നത് ഇപ്പോൾ വലിയ പ്രതീക്ഷയോടു കൂടിയിട്ടാണ് ചിദംബരത്തിൻ്റെ ബാലൻ ദ ബോയ് എന്ന സിനിമയെ മലയാളി പ്രേക്ഷകർ വരവേറ്റത്. ഈ ചിത്രം കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു എന്ന ന്യൂസ് പല പത്രങ്ങളിലും അതുപോലെ തന്നെ ചാനലുകളിലും എല്ലാം വന്നിരുന്നു. എന്നാൽ അത് കാൻ ഫെസ്റ്റിവലിൻ്റെ ഏതെങ്കിലും നിർണായകമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേദികളിലോ അല്ലെങ്കിൽ സെക്ഷനുകളിലോ അല്ല, കേവലം മാർക്കറ്റിംഗ് മേഖലയിൽ മാത്രമാണ്, മാർക്കറ്റിംഗ് സെക്ഷനിൽ മാത്രമാണ് അത് പ്രദർശിപ്പിച്ചത് എന്ന് ഇതിൻ്റെ സംവിധായകൻ തന്നെ പിന്നീട് വ്യക്തമാക്കി. ഇതെല്ലാം കാണിക്കുന്നത് നമ്മളുടെ സിനിമകളെ സംബന്ധിച്ച പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ PR അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണം വൻതോതിൽ കോടികൾ മുടക്കിക്കൊണ്ട് നടത്തുന്നു. ഈ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക എന്തെങ്കിലും മൂല്യങ്ങളോ അതല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ ജെനുവിനിറ്റിയോ ഒന്നും തന്നെ നമുക്ക് കരുതാൻ വയ്യ. അവർ തങ്ങൾക്ക് ഏൽപ്പിച്ച ഒരു ജോലി വലിയ ബഹളങ്ങളോടുകൂടി നടത്തുന്നു. ആരെങ്കിലും ആ സിനിമയ്ക്ക് കുറിച്ച് ചില വിമർശനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചാൽ അവരെ നിശബ്ദരാക്കുന്ന രീതിയിലുള്ള സൈബറാക്രമണം നടത്തുന്നു. ഇതൊക്കെയാണ് PR എന്ന പേരിൽ ഇപ്പോൾ എല്ലാ രംഗത്തും ഇന്ത്യൻ സിനിമയിൽ മറ്റ് ഭാഷകളിലും മലയാളത്തിലും ഒക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് കാണികളെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ സുഹൃത്ത് ജിയോ ബേബി ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രചരണമില്ലാതെ പറ്റില്ല. ശരിയാണ്, പ്രചരണമില്ലാതെ പറ്റില്ല. പക്ഷേ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമോ സത്യസന്ധതയോ അല്ലെങ്കിൽ കാണികളുടെ വികാരങ്ങളോടും താല്പര്യങ്ങളോടും എന്തെങ്കിലും അനുഭാവമോ സമഭാവമോ ഇല്ലെങ്കിൽ അത് സിനിമയ്ക്ക് തന്നെ തിരിച്ചടിയാകും. ഏത് സിനിമയ്ക്ക് ആണോ അത് PR നടത്തുന്നത് അതിന് തന്നെ തിരിച്ചടിയാകും എന്ന ഒരു കാര്യം ചലച്ചിത്ര പ്രവർത്തകർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും ആമുഖമായി പറഞ്ഞത് ബാലൻ ദ ബോയ് എന്ന സിനിമയ്ക്ക് PR-ലൂടെ ലഭിച്ച വമ്പിച്ച പ്രശസ്തി അല്ലെങ്കിൽ പ്രചാരണം ആ സിനിമ നിരവധി ആളുകൾ കാണുന്നതിന് പ്രേരണയായിട്ടുണ്ട്. വളരെ നല്ല കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ വലിയ നിരാശയും അതുപോലെ തന്നെ ഖേദവും അതുപോലെ തന്നെ പ്രയാസവുമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഹിറ്റായ ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ സിനിമ 1, 2, 3 അങ്ങനെ 3 സിനിമകളായിട്ടും ദൃശ്യത്തിലെ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജോർജ് കുട്ടി തൻ്റെ മകളുടെ കയ്യബദ്ധം പറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തി. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ചും സ്പോയിലർ അലർട്ട്, ദൃശ്യം 1ൻ്റെ സ്പോയിലർ അലർട്ട് എന്താണെന്ന് സഹനിരൂപകനായ ശ്രീ അശ്വന്ത് കോക്ക് എന്നെ ഒരു ചാനലിൽ വെച്ച് പഠിപ്പിക്കുകയുണ്ടായി. അതെല്ലാം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഈ ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ ഒരു കുറ്റകൃത്യത്തെ അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തെ മറ്റൊരു രീതിയിൽ വിപുലപ്പെടുത്തി അതൊരു കുടുംബം എന്ന ഒരു യൂണിറ്റിലേക്ക് ആ യൂണിറ്റ് മുഴുവനായി അത് ആഗിരണം ചെയ്യുകയും
ആ കുറ്റത്തെ നിയമവ്യവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോയി നിയമവ്യവസ്ഥയെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥാഗതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില അസ്വാഭാവികതകൾ തോന്നി. ഇതേ ജിത്തു ജോസഫ് മോഹൻലാൽ ടീം തന്നെ നേര് എന്നൊരു സിനിമ ഇറക്കിയത് നമ്മൾ ഇതിനിടയിൽ കാണുകയുണ്ടായി. അതെന്തുമാവട്ടെ, ഈ ദൃശ്യം ഫ്രാഞ്ചൈസിയിലുള്ള ഈ കുറ്റവും നിയമവ്യവസ്ഥയും തമ്മിൽ, അല്ലെങ്കിൽ കുറ്റവും പൊതുസമൂഹവും തമ്മിൽ ഉള്ള ഈ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ പാരസ്പര്യം മറ്റൊരു രീതിയിലാണ് നമ്മുടെ ബാലൻ ദ ബോയ് എന്ന സിനിമയിൽ വരുന്നത്. ഈ ദൃശ്യം ഫ്രാഞ്ചൈസിയിലുള്ളത് മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗത്തിൽപ്പെട്ട കഥാപാത്രങ്ങളാണെങ്കിൽ ഇതിൽ വളരെ ലുംബനായ, അതായത് വളരെ മാർജിനലൈസ്ഡായ, വളരെ തെരുവ് ജീവിക്കുന്ന രീതിയിൽ പ്രത്യേക വീടോ അല്ലെങ്കിൽ മറ്റ് ID കാർഡ് പോലും ഇല്ലാതെ തടവറയിൽ നിന്ന് പുറത്തു വന്ന ഒരമ്മയും മകനും ആണ് ഉള്ളത്. ഈ മകൻ ഇതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി ആരോപിക്കപ്പെടുന്നില്ല. തടവറയിലും ആ മകൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടല്ല കിടക്കുന്നത്, അമ്മ മറ്റാരുമില്ലാത്തത് കൊണ്ട് അമ്മയോടൊപ്പം കിടക്കുകയാണ്. അമ്മ ഈ കുറ്റത്തെ മറച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തെ താൻ ആരാണെന്ന് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നെട്ടോട്ടമാണ്. പല രീതിയിൽ പല സ്ഥലത്ത് തൊഴിൽ ചെയ്ത് പല പേരുകളിൽ ഇതെല്ലാം തന്നെ കഥകളാക്കി ഇതാണ് ഇന്നത്തെ കഥ എന്ന രീതിയിൽ മകനെ വിശ്വസിപ്പിക്കുകയും ആ മകൻ അതുമായി, ഇതിലെ അമ്മയ്ക്കും മകനും അതുകൊണ്ട് തന്നെ പ്രത്യേക കഥാപാത്രങ്ങളുടെ പേരുകളൊന്നുമില്ല, പല പേരുകളാണുള്ളത്. അങ്ങനെ അവർ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു രീതിയാണ് ഈ സിനിമയിലുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ അമ്മയുടെ കുറ്റത്തെ അമ്മയുടെ ഭാഗത്തു നിന്നാണ്. വളരെ മികച്ച അഭിനയവും അതുപോലെ തന്നെ സിനിമാ ഭാഷ ഉപയോഗിച്ചു, നല്ല എഡിറ്റിംഗ്, ക്യാമറ, ഇതെല്ലാം നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണ്. അതിനെ സംബന്ധിച്ചല്ല നമ്മളിവിടെ ഉത്കണ്ഠപ്പെടുന്നത്. ഈ സിനിമ ധാർമ്മികമായും രാഷ്ട്രീയമായും ചരിത്രപരമായും മാനുഷികമായും എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? അങ്ങനെ നോക്കുമ്പോൾ ഈ തെറ്റ് ചെയ്യാത്ത കുട്ടിയെ ഈ കുറ്റത്തിൻ്റെ സംഘടനയിലേക്ക് ലയിപ്പിക്കുകയാണ് അമ്മ ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ കുറ്റം അല്ലെങ്കിൽ ആ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന അല്ലെങ്കിൽ തൻ്റെ വ്യക്തിത്വത്തിലേക്ക്, കുറ്റവാളിത്തത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഈ മകനെ ചേർക്കുന്നതോടുകൂടി മകൻ്റെ മറ്റൊരു രീതിയിലുള്ള ജീവിതത്തെ, ഒരു സാധാരണ ജീവിതത്തെ തന്നെ അപ്രസക്തമാക്കുകയും അവനെ ഇത്തരത്തിലുള്ള ഒരു ഒളിജീവിതം, ഒരു തുറന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു ഒളിജീവിതത്തിലേക്ക് അവനെ അടച്ചിടുകയുമാണ് അമ്മ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ പിന്നീട് മോഷണത്തിലേക്ക് തിരിയുന്നു, മോഷണത്തിലേക്ക് തിരിഞ്ഞാലും പിന്നീട് തന്നെ അമ്മയിലേക്ക് തിരിച്ചു വരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോയിലർ അലർട്ടുണ്ട്, പ്രത്യേകം പറയാം. ഇതിനിടയിൽ തൻ്റെ സ്വയരക്ഷയ്ക്കായി മറ്റൊരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു കഥാപാത്രം, ഒരു ഹോം നേഴ്സിൻ്റെ കഥാപാത്രത്തെ അർച്ചന പത്മിനി അവതരിപ്പിക്കുന്നത്, ആ കഥാപാത്രത്തെ ഷീൽഡായി ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു ദൃശ്യവും കാണാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു നൈതികമായ അല്ലെങ്കിൽ ധാർമ്മികമായ എന്തെങ്കിലും ഒരു ഉത്കണ്ഠയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനം ഈ കഥാപാത്രത്തിനില്ല. ഓക്കെ, അത് ആ കഥാപാത്രത്തിൻ്റെ നിസ്സഹായതയാണ്. നിങ്ങൾക്ക് ചാരികസേരയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കതിനെ വിമർശിക്കാം, വളരെ നിങ്ങളുടെ സുഖശീതളിമയിൽ ഇരുന്നു കൊണ്ട് അതിനെ വിമർശിക്കാം. അവർ തെരുവിൽ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന രീതിയിൽ അവർക്കനുകൂലമായ ചില എഴുത്തുകളും ഞാൻ കാണുകയുണ്ടായി. തീർച്ചയായും അപ്പോൾ ആ മാർജിനലിസ്റ്റായ ജീവിതത്തെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ന്യായീകരിക്കുന്ന, ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സമകാലിക ഇന്ത്യയിൽ ഇന്ന് ഒരാളുടെ പൗരത്വം അല്ലെങ്കിൽ അയാളുടെ പൗരത്വം അല്ലെങ്കിൽ അയാളുടെ ഇവിടുത്തെ അസ്തിത്വം തന്നെ തെളിയിക്കുന്നതിനുള്ള പല രേഖകളും ഒന്നിക്കൊന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ SIR തെളിയിക്കപ്പെടാത്തത് കൊണ്ട് നിങ്ങൾക്ക് വോട്ടില്ല, നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പാസ്പോർട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ മകളുടെ വിവാഹത്തിന് പോകാൻ കഴിയില്ല എന്ന് R രാജഗോപാൽ ടെലിഗ്രാഫ് പത്രാധിപരോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ് നമ്മൾ കാണുകയുണ്ടായി. റേഷൻ കാർഡിന് എന്താണ് വില, പാൻ കാർഡിന് എന്താണ് വില, ഇതെല്ലാം തന്നെ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ID കാർഡ് തന്നെ ഇല്ലാത്ത വ്യക്തികൾ കുറ്റവാളികളാണ് അല്ലെങ്കിൽ അവരെ സംശയിക്കേണ്ടവരാണ് എന്ന ഭരണകൂടത്തിൻ്റെ ഒരു വാദം, ആ ഒരു പോലീസിംഗ് വാദത്തെ ഇപ്രകാരം തെരുവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ആളുകളുടെ ഒരു കഥയായി വികസിപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ അവർ ഈ ID ഇല്ലാതെ അവർ അല്ലെങ്കിൽ പലതരം നുണകൾ പറയുന്ന അവർ കുറ്റത്തെയാണ് അവർ ഉൾവഹിക്കുന്നത്, അവർ കുറ്റവാളികളാണ് എന്ന ഒരു പൊതുബോധം, എന്ന ഒരു പോലീസിംഗ് ബോധം, എന്ന ഒരു ഭരണകൂട ബോധത്തെ വ്യാപിപ്പിക്കുകയും അതാണ് സാമാന്യ ബോധം അല്ലെങ്കിൽ അതാണ് സാമാന്യ നീതി, അതുകൊണ്ട് തന്നെ നിങ്ങൾ തെരുവിൽ കാണുന്ന എല്ലാവരെയും സംശയിക്കേണ്ടതുണ്ട്, കറുത്ത നിറമുള്ളവരെ സംശയിക്കേണ്ടതുണ്ട്, നല്ല വേഷം അണിയാത്തവരെ സംശയിക്കേണ്ടതുണ്ട്, മുടി നീട്ടിയവരെ, താടി നീട്ടിയവരെ അല്ലെങ്കിൽ കുളിക്കാത്തവരെ,
അതല്ലെങ്കിൽ മുഷിഞ്ഞ വേഷം ധരിച്ചവരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷ സംസാരിക്കാത്തവരെ, അങ്ങനെ അപരിചിതരെ എല്ലാവരെയും തന്നെ സംശയിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള ഒരു റേസിസ്റ്റ് മനോഭാവം, ഒരു എക്സ്ക്ലൂഷൻ്റെ മനോഭാവം കൊണ്ടുവരുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കഥ. നേരത്തെ ഈ ID-യുടെ പ്രശ്നം യഥാർത്ഥത്തിൽ കമാൽ KM ഒക്കെ തന്നെ ID എന്ന സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. വളരെ രാഷ്ട്രീയമായി വളരെ പ്രസക്തിയുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ ആ പ്രശ്നത്തെയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കരുതുക വയ്യ. കാരണം അതിന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ അമ്മയുടെ ഈ കുട്ടിയെ തൻ്റെ ഒപ്പം ചേർക്കുന്ന, ഈ തൻ്റെ ഒളിച്ചോട്ടത്തിലേക്ക് ചേർക്കുന്ന ഈ കാര്യത്തെ ഗ്ലോറിഫൈ ചെയ്യുകയും അങ്ങനെ അവിടെ ആ അമ്മയുടെ ഭാഗം പിടിക്കുന്നു എന്ന് നടിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ജീവിതത്തെ സംശയത്തോടു കൂടി നോക്കുന്ന പൊതുബോധത്തെ ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള ഒരു ഇരട്ട കുഴൽ പോലെയാണ് യഥാർത്ഥത്തിൽ ആ സിനിമയിൽ തന്നെയുള്ള തോക്ക് കൊണ്ട് വെടിവെക്കുന്ന ഒരു അമ്മാമ്മയുണ്ട്. അതുപോലെ തന്നെ ഒരു ഇരട്ടക്കുഴൽ തോക്ക് പോലെയാണ് എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത്. തീർച്ചയായും അതൊരു ഡയലോഗ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മറ്റ് പല സുഹൃത്തുക്കളും എന്നോട് യോജിക്കുകയും അതുപോലെ തന്നെ വിയോജിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായ കാര്യമാണ്. നമുക്ക് ഇത് ഒരു ഡയലോഗ് എന്നുള്ള രീതിയിൽ ഇത്തരം വാദങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. മലയാള സിനിമയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾക്ക് തുടർന്നും സംസാരിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.